മഞ്ജു പത്രോസും അനുമോളും തമ്മിൽ എന്താണ് പ്രശ്നം? ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. അനുമോളുടെയും മഞ്ജു പത്രോസിന്റെയും രണ്ട് തരത്തിലുള്ള സ്വഭാവമാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം രണ്ടുപേരും ബിഗ് ബോസിൽ വന്നിട്ടുള്ളവരാണ്. ബിഗ് ബോസിലെത്തി ആദ്യമൊക്കെ അഭിനയിച്ചൊക്കെ നിൽക്കാൻ പറ്റുമെങ്കിലും പിന്നീട് ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും. അതിപ്പോൾ എത്ര ചീപ്പാണെങ്കിലും എത്ര നല്ലതാണെങ്കിലും എത്ര ലോക്കലാണെങ്കിലും അത് പുറത്തേക്ക് വരും എന്ന് തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ എത്താൻ ഈ ചില സെലിബ്രിറ്റീസ് ഒക്കെ ബിഗ് ബോസിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ അയ്യോ അവരുടെ ഭാവി പോയി എന്ന് തന്നെ ആരാധകർ പറയാറുമുണ്ട്. കാരണം ചിലർ രക്ഷപ്പെടും, എന്നാൽ ചിലരുടെ ഭാവി അപ്പാടെ നശിച്ചു പോകാറുമുണ്ട്. ഇക്കൂട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ രക്ഷപ്പെട്ടത് മണിക്കുട്ടൻ മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീകൾക്കെതിരെയൊക്കെ നിരവധി ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. ബിഗ് ബോസിന് ശേഷം അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടാണ് കൂടുതൽ നമുക്ക് അറിവ്. അതേസമയം അനുമോൾക്കാണെങ്കിലും ബിഗ് ബോസ് വിജയിയായ ശേഷവും അനുമോളെ വലുതായിട്ട് എവിടെയും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അനുമോളെ കുറിച്ച് മഞ്ജു പത്രോസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. അനുമോളും മഞ്ജു പത്രോസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇത് കേട്ട ആരാധകർ ചോദിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളും മഞ്ജു പത്രോസും ഒന്നിച്ച് അഭിനയിക്കുന്നവരാണ്. എന്നാൽ തങ്ങൾ തമ്മിൽ മകൾ അമ്മ എന്നൊരടുപ്പം ഇല്ല എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത്. കാരണം തനിക്ക് തൻ്റെ കൂടെ അഭിനയിച്ച അലിയൻസിലെ മുത്തിനോട് മാത്രമാണ് അങ്ങനെ ഒരു അമ്മ മകൾ ഒരു അടുപ്പമുള്ളത്. അല്ലാതെ മറ്റാരോടും തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അനുമോളും താനും അമ്മയും മകളുമായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്ന സത്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു അടുപ്പം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അനുമോള് ബിഗ് ബോസിൽ ഭയങ്കരമായി പൊട്ടിക്കരഞ്ഞൊരു എപ്പിസോഡിനെ പറ്റി ചോദിക്കുമ്പോൾ അങ്ങനെ കരഞ്ഞിരുന്നോ, താനത് കണ്ടിരുന്നില്ല, അതിപ്പോൾ എപ്പോഴും കരയുന്നതല്ലേ എന്നായിരുന്നു മഞ്ജു പത്രോസിന്റെ മറുപടി. അപ്പോൾ സിറ്റ്കോമിന്റെ സമയത്തൊക്കെ അനുമോൾ ഇങ്ങനെയാണോ, എപ്പോഴും കരച്ചിലൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായിട്ട് മഞ്ജു പത്രോസ് പറയുന്നത് ചേച്ചി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കും, അങ്ങനെ ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞ് അനുവിനെ അനുകരിക്കുന്നുണ്ട് മഞ്ജു പത്രോസ്. അപ്പോൾ മഞ്ജു പത്രോസിന്റെ ഈ ഒരു മറുപടി ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ ചർച്ചയായി. കാരണം അനുമോളുടെ ഒരു സ്വഭാവമേ കരച്ചിലാണ് എന്ന രീതിക്ക് പറഞ്ഞു വെക്കുന്നതായിരുന്നു മഞ്ജു പത്രോസിന്റെ മറുപടി. മാത്രമല്ല അനുമോള് പോകുന്നതിന് മുൻപ് തന്നെ വിളിച്ചിരുന്നു, ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ വിളിച്ചിരുന്നു, താൻ ബുദ്ധി ഉപയോഗിച്ച് കളിക്കൂ എന്ന് ഉപദേശിച്ചതായി മഞ്ജു പറയുന്നുണ്ട്. തനിക്ക് ഗെയിം കളിക്കാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ തനിക്ക് ബുദ്ധി ഉപയോഗിച്ച് ഗെയിം കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അനുമോളെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ഗെയിം കളിക്കട്ടെ എന്ന് താൻ പറഞ്ഞിരുന്നു എന്നും മഞ്ജു പത്രോസ് പറയുന്നുണ്ട്. മാത്രമല്ല മഞ്ജു പത്രോസിന്റെ വിവാഹ വിശേഷങ്ങളും വൈറലായി മാറുന്നുണ്ട്. മഞ്ജു ശരിക്കും പറഞ്ഞാൽ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജുവിനെ ഏറ്റവും കൂടുതൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അന്ന് വളരെ സാധാരണക്കാരിയായ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നാണ് മഞ്ജു പത്രോസ് വന്നത്. എന്നാൽ ഈ ഒരു നിലയിലേക്ക് വളരുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. മോഹൻലാലിനൊപ്പം വരെ നല്ലൊരു വേഷത്തിലെത്താൻ മഞ്ജു പത്രോസിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനേകം നടന്മാരുടെയൊക്കെ കൂടെ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം തുടങ്ങിയ ഒരുപാട് നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം മഞ്ജു പത്രോസിന് ലഭിച്ചിട്ടുണ്ട്. സ്വന്തമായി വീട്, ആവശ്യത്തിന് ഭക്ഷണം, വസ്ത്രങ്ങൾ, ഇതെല്ലാം തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നുവെന്നും താൻ അതെല്ലാം നേടിയെന്നും ആത്മാഭിമാനത്തോടെ ജീവിക്കുകയാണെന്നും മഞ്ജു പത്രോസ് പറയുന്നുണ്ട്.